നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. നമ്മളെ സ്ഥലങ്ങളിൽ വന്ന് ഒരു സ്കർമേഷൻ എന്ന് പറയാനോ, ഇല്ല ലിമിറ്റഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാനോ, ഇല്ല പോർ എന്ന് പറയാനോ ഒന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ബട്ട് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഒരുത്തർ ലീവിങ് മിസൈൽസ്. പക്ഷേ പാകിസ്ഥാൻ്റെ മിസൈൽ വന്നിട്ട് വലുതായി ഇന്ത്യനെ ഡാമേജ് ചെയ്തപ്പോൾ അറിഞ്ഞില്ല. ഇന്ത്യൻ മിസൈൽസ് പക്ഷേ പാകിസ്ഥാനിൽ കുറച്ച് ഡാമേജ് തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് അബ്സല്യൂട്ട് അക്യുറേറ്റ് ഇൻഫർമേഷൻ എവിടെ എന്ത് നടക്കണമെന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ ഇൻ്റർനാഷണൽ മീഡിയയെ ഫോളോ ചെയ്യാം. സോ ദാറ്റ് വി ക്യാൻ സീ ദ ട്രൂത്ത്. നാഷണലി എന്ത് നടക്കുന്നു എന്ന് രണ്ട് സൈഡും കറക്റ്റായിട്ട് പറയും. പാകിസ്ഥാൻ സൈഡിൻ്റെയും കോർണറേയും പാകിസ്ഥാനിൻ്റെ ഡിഫൻസ് മിനിസ്റ്ററിനെ ഇട്ട് ഉരുട്ടിയെടുത്തായിരുന്നു CNN-ൽ. ഒരുപാട് പേർ നോക്കിയിരിക്കും. ഇത് കാരണം എക്സാക്റ്റായിട്ട് മിനിറ്റ് ബൈ മിനിറ്റ് എന്ത് നടക്കുന്നു എന്ന് അറിയണമെങ്കിൽ നിങ്ങളത് ഇൻ്റർനാഷണൽ ന്യൂസിൽ തന്നെ നോക്കണം. ഇത് രാവിലെ 11 മണിക്ക് ഞാൻ സംസാരിക്കുമ്പോൾ നടന്നതാണ്. അപ്പോൾ പ്ലീസ് വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ എന്ത് വേണമെങ്കിലും നടക്കാം എപ്പോൾ വേണമെങ്കിലും. ബട്ട് JD വാസ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും അടിവെക്കൂ, അതിൻ്റെ സൊല്യൂഷനും നിങ്ങൾ രണ്ടുപേരോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫീലിംഗ് എന്തെന്ന് വെച്ചാൽ ബട്ടനെ പ്രസ് ചെയ്യുമ്പോൾ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ബട്ട് പ്രസ് ചെയ്യത്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ വാർ കണ്ടിന്യൂ ആയ പാകിസ്ഥാനിന് തന്നെ വളരെ കഷ്ടം. എന്തെന്ന് വെച്ചാൽ പാകിസ്ഥാനിന് IMF നിന്ന് ലോൺ വരുന്നു. സോ ഇത് ആര് എങ്ങനെ എന്താകാൻ പോകുന്നു എന്ന് അത് ഇനി തന്നെ അറിയാൻ പറ്റും. ഇത് കാരണം മാർക്കറ്റും വളരെ അടിപെടും. ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് നമ്മളെ മാർക്കറ്റ് ഡിറ്റാച്ച്ഡായി. ഇന്ന് 24,000 ക്രാക്കായി മാർക്കറ്റ് മഴ വീണിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു. പുട്ട് യുവർ ഹെഡ് ഡൗൺ ആൻഡ് നമ്മളെ കൊണ്ട് പറ്റുന്ന സ്റ്റോക്സിന് 1-2 എന്ന് കൺസിഡർ ചെയ്യാം. ഫുള്ളായിട്ട് നിങ്ങൾ വന്നിട്ട് വാങ്ങിക്കേണ്ട എന്ന് വെച്ചാൽ നിറയെ അൺസർട്ടനിറ്റി ഇരിക്കുന്നു. ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ. രണ്ടാമത് കാര്യം എന്തെന്ന് വെച്ചാൽ ഗ്ലോബലി എന്താകുമെന്ന് അറിയുന്നില്ല. ഇത് കാരണം നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നതല്ലാതെ നമുക്ക് വേറെ ഓപ്ഷനേ ഇല്ല. നാഷണൽ ന്യൂസ് എന്തെങ്കിലും നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഡൗ S&P 500 നാസ്ഡാക്ക് എല്ലാം ക്ലോസ് ആയി 8% വീഴുന്നു. എല്ലാവർക്കും ഒരേ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. ഇതെന്ന് പറയണമെന്ന് വെച്ചാൽ ബ്രിട്ടനും അമേരിക്കയും അഗ്രിമെൻറ്റ് സൈൻ ഇട്ടു. പറയുന്നു ആ ഇനീഷ്യൽ 10% ടാക്സ് മാത്രം ഇരിക്കും. മീതിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ 25% ടാക്സ്. എങ്കിൽ ടാക്സ് ഇരിക്കത്തില്ല. ട്രംപ് അവർ തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തായിരുന്നു. ഇതിലൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൽ വിൽക്കാനോ ഒന്നുമില്ല. എക്സെപ്റ്റ് കാറ്. ആ കാർ കാരണം JLRന് നല്ല ന്യൂസ്. JLRന് വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് കാറിന് അമേരിക്കയിൽ അയക്കാൻ വേണ്ടി ഇന്നും വളരെ ഈസി ആകും അത്. ഇത് കാരണം ടാറ്റ മോട്ടോഴ്സ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇത് കാരണം തന്നെ നിങ്ങൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ ക്ലിയർ ആയിട്ട് നോക്കണമെന്ന് പറയുന്നത്. ആദ്യം ഇത് ടാറ്റയ്ക്ക് വന്ന ഒരു ഗുഡ് ന്യൂസ് ആണ്. ഇത് തന്നെ ഇന്ന് ലോകത്തിൽ നടന്നത്. ടൊയോറ്റ അതേസമയം എന്ത് പറയണമെന്ന് വെച്ചാൽ ടാരിഫ് ഇമ്പാക്റ്റ് ഇരിക്കുമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 21% കുറയുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ അമേരിക്കൻ ടാരിഫ് വന്ന് ജപ്പാനെ ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ടൊയോട്ടയ്ക്ക് ഓൾറെഡി ജപ്പാനിൽ ഫാക്ടറി ഇരിക്കുന്നു. അവരുടെ സിസ്റ്റർ കമ്പനി സുബുറോവിന് അവിടെ ഫാക്ടറി ഇരിക്കുന്നു. ഇതൊരു ഷോർട്ട് ടേം ഫ്ലിപ്പാണ്. തിരിച്ചും ജപ്പാൻ അമേരിക്ക ഒരു ഡീൽ സൈൻ ചെയ്യും. ഇത് കാരണം ടൊയോട്ട ഷെയർ ഇറങ്ങി കഴിഞ്ഞാൽ ഇത് കൺസിഡർ ചെയ്യാൻ ഒരു വലിയ ചാൻസ് ആണിത്. ടൈറ്റൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ടൈറ്റൻ്റെ Q4 നെറ്റ് പ്രോഫിറ്റ് 13% കയറിയിട്ടുണ്ട്. 871 കോടി രൂപ. ടേൺ ഓവർ 19% കയറിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 871 കോടി രൂപ ഈ ക്വാർട്ടർ കയറിയത്. പോയ വർഷം ഈ ക്വാർട്ടറിന് ഇവിടെ 100 കോടി രൂപ കയറിയിട്ടുണ്ട്. റവന്യൂ വന്നിട്ട് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ടേൺ ഓവർ 15,000 കോടി കയറിയിട്ടുണ്ട്. അതായത് 15,000 ക്രോർസ് ആയിരിക്കുന്നു. എല്ലാ ആനുവൽ മൈൽസ്റ്റോൺ റീച്ച് ആയിട്ടുണ്ട്. ഇൻഫാക്ട് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയത് വന്നിട്ട് ക്യാരറ്റ് ലൈൻ്റെ സെയിൽസ് അത് ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട്. ഇത് എത്രത്തോളം എക്സ്പാൻഡ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സ്റ്റഡഡ് ജുവലറിയുടെ സെയിൽസും വളരെ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട്. ഓൾഡ് ജുവലറി ആൻഡ് കോയിൻ സെയിലും കയറിയിട്ടുണ്ട്. ക്യാരറ്റ് ലൈനിൽ വന്ന് മുമ്പൊക്കെ ജെൻസി മാത്രം തന്നെ വാങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പോൾ എല്ലാവരും വാങ്ങാൻ തുടങ്ങി. ടൈറ്റൻ ഐവെയറിൽ വന്നിട്ട് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഇരിക്കുന്നു. അങ്ങനെ പറയുന്നു. അവർ നോക്കിയതിനെക്കാട്ടിലും സെയിൽസ് വളരെ നന്നായിരിക്കുന്നു. എമേർജിങ് ബിസിനസ് ഈ തനേര ഹാൻഡ് ബാഗ് എല്ലാത്തിൻ്റെയും ബിസിനസ്സും സൂപ്പറായിരിക്കുന്നു. സ്കിൻ സെയിൽസ് അതായത് അവരുടെ ഫ്രണ്ട് ബ്രാൻഡും നന്നാ പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഫ്രണ്ട് വാച്ച് ബ്രാൻഡും നന്നാ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വീണ്ടും മാർക്കറ്റ് കയറ്റമുണ്ട്. ഇത് കാരണം ഇത് നമുക്കൊരു നല്ല ന്യൂസാണ്. കല്യാൺ ജുവലേഴ്സും നല്ല റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. റവന്യൂ വന്നിട്ട് ഈ വർഷത്തിൽ 6,180 ക്രോഡ്സ്. പ്രോഫിറ്റ് വന്ന് 187 ക്രോഡ്സ്. സോ ഓവറോളായിട്ട് വന്ന് റിസൾട്ട് നന്നായിരിക്കുന്നു. കാൻഡ്ര എന്ന് പറഞ്ഞ അവർ ഓൺലൈൻ സ്റ്റോർ അതിൽ അവർ വന്ന് 18 വാലറ്റ് വിൽക്കുന്നു. ബട്ട് അതിൽ വന്നിട്ട് ക്യാരറ്റ് ലൈൻ പോലെ അത് വലുതില്ല. നെറ്റ് പ്രോഫിറ്റ് വന്ന് 12% കുറഞ്ഞിട്ടുണ്ട്. BE 75 ഇരിക്കുന്നു. ഇത് വളരെ സൂചിയാണ്. ഇതിനെ നിങ്ങൾ ടച്ച് ചെയ്യേണ്ടതാണ് എൻ്റെ ഒപ്പീനിയൻ. ഈ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഫോറൻസിക് റിസർച്ചിൽ എന്ത് അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിന് എന്ത് നടക്കുന്നതെന്ന് അറിയാം. സുമൻ കട്ടിപ്പാലിയാക്കും അരുൺ ഖുറാനയ്ക്കും
ഇത് വെളിയിൽ ന്യൂസ് വരാൻ പോകുന്നു എന്ന് അറിഞ്ഞ കാരണത്താൽ തന്നെ ഇതിന് അയാൾ സെല്ല് ചെയ്തിട്ടുണ്ട്. അത് തന്നെ കത്തിപ്പാലിയ വന്നിട്ട് റിസൈൻ ചെയ്തായിരുന്നു. ഖുറാനായും റിസൈൻ ചെയ്തായിരുന്നു. ദ നൈറ്റ് ദേ ആർ അഡ്മിറ്റഡ് ദേ ആർ റോങ് ഡൂയിങ്. അവരവരെ റെസിഗ്നേഷൻ ലെറ്ററിൽ ടിബി ഇപ്പോൾ എന്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ മുകളിൽ ഒരിതും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡാ ട്രേഡിംഗ് ഫുള്ളായിരുന്ന ഈ നെഗറ്റീവ് ന്യൂസൊക്കെ പോയി എന്നിട്ട് പുതു മാനേജ്മെൻറ്റ് എപ്പോൾ വരുന്നു അപ്പം നമ്മൾ ഇരുന്ന് നോക്കണം. അടുത്തതായിട്ട് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ മാർജിൻ വന്നിട്ട് ഒരടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ 41% കുറഞ്ഞിട്ടുണ്ട്. സെയിൽസ് ഇതിൻ്റെ മുകളിൽ കയറ്റാൻ പറ്റുന്നില്ല. ആൻഡ് പ്രോഫിറ്റ് കുറഞ്ഞതിന് ഒരേ കാരണം എന്തെന്ന് വെച്ചാൽ ബിർളയുടെ ഒപ്പം അവരുടെ കോമ്പറ്റീഷൻ വന്ന് വളരെ അടി വാങ്ങുന്നു. സോ 45% ഡിമാൻഡും ഇല്ല. ബിർളയും പുഡിലൈറ്റും അവരുടെ ഏരിയയിൽ നന്നായി പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് കാരണം ഇതിൻ്റെ മാർജിൻ ഡെഫിനറ്റ് ആയിട്ട് കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ കൺസിസ്റ്റൻറ്റ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞ് വാങ്ങി ഇനി നിങ്ങൾ വിഷമിക്കരുത് എന്ന് 2.5 വർഷം ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ പെയിൻറ്റ്സ് എവിടെയെങ്കിലും പോയി മാറ്റി നിൽക്കും ഒരു ദിവസം എന്ന്. ടാനിയോയുടെ നെറ്റ് കൺസോളിഡേറ്റ് പ്രോഫിറ്റ് 4% കയറിയിട്ടുണ്ട്. ഡിവിഡൻഡ് 75 രൂപ പെർ ഷെയറിന്. ഓവറോളായിട്ട് അവിടെയും വന്നിട്ട് എല്ലാ FMCG സ്റ്റോക്കും ഡൗൺ എന്നാണ് ഇരിക്കുന്നു. ഈ തവണ വന്ന് സ്റ്റെല്ലാർ നല്ല റിസൾട്ട് കൊടുത്തു. ലാർസനും ടൂബ്രോയും നല്ല റിസൾട്ട് നമുക്ക് തന്നു. ആക്ച്വലി വന്നിട്ട് ടേൺ ഓവർ വലുതായിട്ടൊന്നും കയറിയില്ല. 12% 13% തന്നെ കയറിയിട്ടുണ്ട്. പക്ഷേ നെറ്റ് പ്രോഫിറ്റ് വന്ന് 25% കയറിയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ ഇവർ വന്ന് ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാതെ ഗൾഫിൽ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്നു. ഇത് കാരണം ഇവരുടെ പ്രോഫിറ്റ്സ് വന്ന് മാർജിൻസ് ബെറ്റർ ആയിരിക്കുന്നു. സെമി കണ്ടക്ടേഴ്സിൽ ഞങ്ങൾ വലുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സിലിക്കോൺ വാലിയിൽ ഇരുന്ന് ഒരു 2 കമ്പനി വാങ്ങിയിട്ടുണ്ട്. LNDയിൽ പല ലിസ്റ്റഡ് സോഫ്റ്റ്വെയർ കമ്പനീസ് ഇരിക്കുന്നു. അതിൽ കൂടെ നിങ്ങളൊരു ഹോൾഡിംഗ് കമ്പനി ആയിട്ട് നോക്കണം. LND ഫൈനാൻസിനും ഇവർ തന്നെ ഹോൾഡിംഗ് കമ്പനി. തച്ചമ ഇത് വന്നിട്ട് വൈരസൂചിയ 32 ടൈംസിൻ്റെ മുകളിൽ ഇരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. മാർക്കറ്റിൽ കറപ്റ്റ് ആകാൻ ചാൻസ് ഇരിക്കുന്നു. ഇന്നിത് തന്നെ മെയിൻ ന്യൂസ്. സ്വർണത്തിൻ്റെ വില ഇന്ന് രൂപയ്ക്ക് മുകളിൽ കുറഞ്ഞിട്ടുണ്ട്. 9,015 നിന്ന് ഇരിക്കുന്നു. ഡെഫിനറ്റായിട്ട് നിങ്ങൾ സ്വർണത്തിനെ കൺസിഡർ ചെയ്യാം. വിഷ്ണു 2-3 ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറയണോ? ഇപ്പോൾ അത് നോക്കാം. യുദ്ധം കാരണം നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നത് നമ്മൾ എങ്ങനെ ഏത് സ്ട്രാറ്റജി ഫോളോ ചെയ്യണം എന്നതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിക്കാം. ഇരിക്കുന്ന റിസൾട്ടിനെ കുറിച്ച് നോക്കാം. ഒരുപാട് റിസൾട്ട് വന്നിട്ടുണ്ട്. അതിനൊപ്പം ഇരിക്കുന്ന ചോദ്യത്തിന് നമ്മൾ സാർ അടുത്ത് ചോദിച്ച് നമ്മൾ അതിന് ഉത്തരം വാങ്ങാം. LND അതിനെ കുറിച്ച് സാർ പറഞ്ഞായിരുന്നു. അതൊരു ഹോൾഡിംഗ് കമ്പനി. അതിന്റെ കീഴിൽ ഒരുപാട് ഇരിക്കുന്നു. അപ്പൊ അതിനെ നമ്മൾ വാല്യൂഷൻ ബൈ പാർട്സി തന്നെ സാർ നോക്കണം. ഹെൻറിക്ക് സാർ പറയുന്നില്ല അതുപോലെ ഇതിനെയും നോക്കണം. അതുപോലെ തന്നെ ഇതിനെയും നോക്കണം. ഇതിന്റെ വാല്യൂഷൻ വളരെ ജാസ്തിയായിട്ടാണ് ഇരിക്കുന്നു. ഇത് ഒരു കാലത്തിൽ എൻ്റെ ഫേവറേറ്റ് കമ്പനി ആയിരുന്നു. ഫാക്ട് വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ കാലത്തിൽ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു കമ്പനി എൻ്റെ ഫേവറേറ്റ് കമ്പനി. സാർ ഇതിനെ കുറിച്ച് അപ്പൊ പറയാനുണ്ട്. ഒരു കൊല്ലത്തിന് മുമ്പ് സാർ ഇതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇതന്നെ. പക്ഷേ ഇപ്പോൾ 6-7 കൊല്ലമായിട്ട് അത് തൊടാൻ കൂടെ പറ്റുന്നില്ല. അതിന്റെ വാല്യൂഷൻ ബൈ പാർട്സിലേ നിങ്ങൾ ഇടാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന് ഒരു കൺസപ്ഷൻ കമ്പനി ആയിട്ട് കൂടെ വാല്യൂ ചെയ്യാം. നിറയെ എല്ലാ കൺസപ്ഷൻ എക്സ്നസിൽ വെൽഡിങ് ഒരുപാട് ഇതിലിരുന്നു. പക്ഷേ എല്ലാത്തിനും അവർ വിറ്റ് അവർ ലോണ കുറച്ചു. അവർക്ക് ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ് കിട്ടിയില്ല. ഗൾഫിൽ പോയി അവിടെ പോയി അവർ ഡോമിനേറ്റ് ചെയ്തു. ഓർഡർ ബുക്ക് വളരെ കൂടുതൽ ഇരിക്കുന്നു. ആൻഡ് ഇന്ത്യയുടെ വെളിയിൽ അവർ ചെയ്യുന്ന കാരണത്താൽ അവർക്ക് മാർജിൻസ് ബെറ്റർ ആയിരിക്കുന്നു. ഓക്കെ സാർ, ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. വന്നിരിക്കുന്ന റിസൾട്ട് പടി നോക്കുമ്പോൾ Q4-ൽ ഏഷ്യൻ പൈപ്സിന്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വന്നിട്ട് 45% വീണിട്ടുണ്ട്. ഡിലൈറ്റോന്റെ പ്രോഫിറ്റ് ടാക്സ് വന്നിട്ട് 41% കയറിയിട്ടുണ്ട്. രണ്ടിനും ബേസ് ക്രൂഡ് അല്ലേ സാർ? രണ്ടിനും ബേസ് ക്രൂഡ് തന്നെ. ബട്ട് ഇൻഡസ്ട്രീസ് വേറെ. പ്ലേറ്റ് എന്ന് പറയുന്നത് അഡ്ഹസീവ്സ്, അതായത് ഒട്ടുന്ന ഗം പോലത്തെ പ്രോഡക്റ്റ് ആണ് അവർ ചെയ്യുന്നത്. ഇന്ത്യയിൽ വന്നിട്ട് ഓൺലി ബ്രാൻഡഡ് അഡ്ഹസീവ് വന്നിട്ട് ഫെവിക്കോൾ. ക്വിക്ക് എന്ന് പറഞ്ഞ് ഇയാൾ ബ്രാൻഡ് ചെയ്ത് ഇപ്പോൾ പീയൂഷ് പാണ്ഡെയെ വെച്ച് ഒരുപാട് ദിവസം കൊണ്ട് ഈ ബ്രാൻഡിനെ വലുതാക്കി. എൻ്റെ 80s ഇരുന്നേ എന്തൊക്കെ ആഡ് വരും ഫെവിക്കോളിൽ നിന്നും ഞാൻ പറയാൻ പറ്റും. അപ്പോൾ ഇവർ തന്നെ സാർ മോണോപോളി? യെസ്, അപ്പോൾ ഇരുന്നേ ഇവർ തന്നെ. ഇവൻ്റെ അടുത്ത് ഇന്നൊരു സുമാൽക്കർ കമ്പനിയും ഇരിക്കുന്നു. ഇയാൾ തന്നെ ഇയാൾക്ക് സപ്ലൈ ചെയ്യണത്. ആ കമ്പനി ഇപ്പോൾ ഹൈലി അണ്ടർ വാല്യൂഡ് ആയിരിക്കുന്നു. പക്ഷേ ഇതിനു വേണ്ടി അതിനെ നമ്മൾ വാങ്ങാൻ പറ്റത്തില്ല. റാ മെറ്റീരിയൽ തന്നെ അവർ സപ്ലൈ ചെയ്യുന്നു. പ്രോഫിറ്റ്സ് എല്ലാം ഈ ഫെവിക്കോളിൽ ഇരിക്കുന്നു. അഡ്ഹസീവ് കമ്പനീനെ ഒരു ബ്രാൻഡഡ് കമ്പനിയായി ഇവർ മാറ്റിയിട്ടുണ്ട്. ബ്രാൻഡഡ് സെയിൽസ് ഈ കൊല്ലം കുറച്ച് കുറവായി തന്നെ ഇരിക്കുന്നു. B2B അവർക്ക് വലിയ ഇൻഡസ്ട്രിയൽ സെയിൽസും ഇരിക്കുന്നു. ഇൻഡസ്ട്രിയൽ സെയിൽസ് വളരെ സൂപ്പറായിട്ട് അവർ ചെയ്യുന്നു. ഏഷ്യൻ പെയിൻറ്റ്സിൽ വന്നു B2B ഇല്ല. ഈ B2C വന്നിട്ട് ഇന്ത്യയിൽ ഡെക്കറേറ്റീവ് പെയിൻറ്റിൻ്റെ ഡിമാൻഡ് കുറഞ്ഞായിരുന്നു. ഓവറോളായിട്ട് റിയൽ എസ്റ്റേറ്റും ശരിയല്ല, രണ്ടും കുറവ്. അതേ സമയം ക്രൂഡ് ഇറങ്ങി അവർക്ക് മാർജിൻ കൊടുക്കുന്ന സമയത്തിൽ ബിർള ഓപ്പോസ് എന്ന് പറയുന്ന ഒരു കമ്പനി കൊണ്ടുവന്ന് ഇറക്കി. ബിർള വന്നിട്ട് മാർജിനെ കുറച്ചു. മാർക്കറ്റ് ഷെയറിനെ നോർമലാക്കി വയ്ക്കാൻ വന്നിട്ട് ഇവർ പല ഭാഷ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പനി വലിയ പ്രോബ്ലത്തിൽ വരും. 50 ടൈംസ് ഏർണിങ്സിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങ് ഈ കമ്പനി ഒരു സൂപ്പറായ കമ്പനി. ഗട്ടു എന്ന് പറഞ്ഞ ഒരു ലോഗോ കൂടെ ഇരിക്കുന്നു. അമുൽ ഗാൽ പോലെ പെയിന്റ് അടിക്കിൻ്റെ പേര് വന്ന് ഗട്ടൂൽ.
ഈ കമ്പനി വന്ന് 20 ടൈംസ് ഏർണിങ്സ് വന്നെങ്കിൽ നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ സർ, ഫൈൻ. ടൈറ്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, കല്യാൺ റിസൾട്ട്സ് വന്നിട്ടുണ്ട്. ഗോൾഡ് ഡീറ്റെയിൽ ആയിരിക്കുന്ന സ്റ്റോക്ക് ആയ കാരണത്താൽ സാർ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ പറഞ്ഞ് നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടിരിക്കും. എന്നാൽ ഞാൻ സാറ്റർഡേ സൺഡേ ക്വസ്റ്റ്യനിൽ വയ്ക്കാം സർ. ഇത് ഇന്നത്തെ ബേസിക് ക്വസ്റ്റ്യൻ. വരുന്ന സാറ്റർഡേ സൺഡേക്ക് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിലിരുന്ന്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാം സർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിക്ക് ഈ വീഡിയോയെ ഷെയർ ചെയ്ത് നോക്കാൻ പറയുക. ഹിന്ദി അറിയാനുള്ളവർക്ക് പൈസ ബോൾത്ത ഹൈ എന്ന ചാനലും, കന്നഡ അറിയാനുള്ളവർക്ക് മണിമാത്തു എന്ന ചാനലും, തെലുങ്ക് അറിയാനുള്ളവർക്ക് മണിമാത്തലു എന്ന ചാനലും ഉണ്ട്. നന്ദി, നമസ്കാരം.